ഹലോ ഡിയേഴ്സ്, ക്ലാസ് ഫോർ EVS ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനു ആൻഡ് ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ മാഗസിൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. വിനുവും കൂട്ടുകാരും ഒരു മാഗസിൻ തയ്യാറാക്കുകയാണ് വ്യത്യസ്ത തരം ചെടികളെക്കുറിച്ച്. കളർ ദ ബബിൾ ഇൻസൈഡ് ദ പിക്ചർ ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്റാറ്റ്. യൂസ് റെഡ് കളർ ഫോർ സീറോഫൈറ്റ്സ് ആൻഡ് ബ്ലൂ കളർ ഫോർ അക്വാട്ടിക് പ്ലാന്റ്സ്. സീറോഫൈറ്റ്സ് മരുരൂഹങ്ങൾക്ക് റെഡ് കളർ കൊടുക്കുക, ചുവപ്പ് കളറ്. അക്വാട്ടിക് പ്ലാന്റ്സ് ജലത്തിൽ ഉണ്ടാകുന്ന ചെടികളുണ്ടല്ലോ അതിന് ബ്ലൂ കളറ് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ സീറോഫൈറ്റ് ആണ്, തേർഡ് വൺ സീറോഫൈറ്റ് ആണ്, നെക്സ്റ്റ് ഫിഫ്ത്ത് വണ്ണും സീറോഫൈറ്റ് ആണ്. നെക്സ്റ്റ് അക്വാട്ടിക് പ്ലാന്റ്സ് ലോട്ടസ്, പിന്നെ ഫോർത്ത് വൺ ലാസ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ബി, ഫിഷസ് ഹാവ് എ ബോഡി ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ മൂവിങ് ഇൻ വാട്ടർ. മത്സ്യങ്ങൾക്ക് അതിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ബോഡി ഷേപ്പാണ് ഉള്ളത്. ഫ്രം ദ ടേംസ് ഗിവൺ ബിലോ സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൽ നിന്ന് ഫിഷസിൻ്റെ മത്സ്യങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്തെഴുതുക. ഫസ്റ്റ് വൺ എന്താണ്? ഷേപ്പ് ഓഫ് ഫിഷ്, ടെയിൽ ഫിൻ. ഇത് സഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണോ? അതിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? ആണല്ലേ. ഷേപ്പ് ഓഫ് ഫിഷ്, ഫിഷിൻ്റെ ആകൃതിയും ടെയിൽ ഫിൻ വാൽച്ചിറകും അതിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ഗിൽ, കളർ. ഇത് സഞ്ചാരവുമായി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ. നെക്സ്റ്റ് സീ വാട്ടർ, റിവർ വാട്ടർ. അതും വെള്ളം ഏത് വെള്ളമാണ് എന്നുള്ളത് അതിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടില്ല അല്ലേ. നെക്സ്റ്റ് സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഇതെന്താണ്? സ്ലിപ്പറി ബോഡി, വഴുവഴുപ്പുള്ള ശരീരവും ചിറവുകളും. അത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണല്ലേ. അപ്പം ഏതാണ് ശരി വരുന്നത്? ഫസ്റ്റും ഫോർത്തും ആണ്. അത് ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റും ഫോർത്തും വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. അപ്പോൾ നിങ്ങൾ ബോക്സിൽ എന്ത് ചെയ്യുക? ഓപ്ഷൻ ബി എടുത്തെഴുതുക. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തതിൽ ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുത്ത് ബോക്സിൽ എഴുതുക. ഫോറസ്റ്റ്, പോണ്ട്, സീ, ഡെസേർട്ട്. ഇതിലേതാണ് ഓഡ് വൺ? ബി, പോണ്ടാണ് ഓഡ് വൺ അല്ലേ. കാരണം എന്താണ്? ഫോറസ്റ്റ്, സീ, ഡെസേർട്ട് ഇതൊക്കെ ഒരു വലിയ ആവാസ വ്യവസ്ഥകളാണ്, ബിഗ് ഹാബിറ്റാറ്റ് ആണ് അല്ലേ. പോണ്ട് മാത്രമാണ് ഒരു ചെറിയൊരു ആവാസ വ്യവസ്ഥ. അപ്പോൾ ഓപ്ഷൻ ബി, പോണ്ടാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഓർഗാനിസംസ് ആൻഡ് സർവൈവൽ. Different organisms have body features that help them to survive in their specific environment. വ്യത്യസ്തതരം ജീവിജാലങ്ങൾക്ക് അതിനനുസരിച്ച് അത് താമസിക്കുന്ന ചുറ്റുപാടുകൾക്ക് അനുയോജ്യമായ ബോഡി ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. നോട്ട് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ദാറ്റ് എനേബിൾ ദം ടു ലിവ് ഇൻ ദെയർ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ആനിമൽസ് ഉണ്ടല്ലോ അവയുടെ ഫീച്ചേഴ്സ്, അവ താമസിക്കുന്ന സ്പെസിഫിക് എൻവയോൺമെൻറ്റിൽ. ഇപ്പം ക്യാമൽ ഇപ്പം മരുഭൂമിയിലാണ്, ഡെസേർട്ടിലാണ് താമസിക്കുന്നത് അല്ലേ. അപ്പം ഈ ഡെസേർട്ടിൽ താമസിക്കാൻ വേണ്ടി ക്യാമലിലുള്ള ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഫിഷ് വെള്ളത്തിലാണ് അല്ലേ, വാട്ടറിലാണ് ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷിന് വാട്ടറിൽ ലീവ് ചെയ്യാനുള്ള ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. എന്തൊക്കെയാണ്? ക്യാമലിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഹമ്പുണ്ടല്ലേ. ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം? നീളമുള്ള കാലുകളാണ് ക്യാമലിനുള്ളത്. അതായത് നീളമുള്ള കാലുകൾ എന്തിനാണ്? മരുഭൂമിയിലെ ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നത് അല്ലേ. അപ്പം ലോങ് ലെഗ്സ് ഒരു ഫീച്ചറാണ്. പിന്നെന്താണ്? മുതുകിൽ കൊഴുപ്പുണ്ട്, ജലനഷ്ടം തടയുന്നത്, ഹമ്പ്. നെക്സ്റ്റ് വൺ എന്താണ്? വൈഡ് ഫീറ്റ് ആണ്. എന്തിനാണ് വൈഡ് ഫീറ്റ്? വിസ്തൃതമായ കുളമ്പുകൾ, മണലിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടി. അപ്പോൾ വൈഡ് ഫീറ്റ് മറ്റൊരു ഫീച്ചറാണ്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ കൺട്രോൾ ബോഡി ടെമ്പറേച്ചർ അല്ലേ. ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത്. പിന്നെന്താ പറയുക? തിക്ക് കോട്ട് ഓഫ് സ്കിന്ന്, അതായത് സ്കിന്ന് അതിൻ്റെ തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ്. എന്തിനാണ്? ജലനഷ്ടം തടയുന്നതിന് വേണ്ടി. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് പറയാം? ഹം, തിക്ക് കോട്ട് ഓഫ് സ്കിൻ, ലോങ് ലെഗ്സ്, വൈഡ് ഫീറ്റ്, എക്സെട്ര. നെക്സ്റ്റ് ഫിഷിൻ്റെ എന്താണ്? ഫിഷിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത്? സ്ട്രീം ലൈൻഡ് ബോഡിയാണല്ലേ, അതായത് രണ്ടറ്റവും കൂർത്ത തോണിയുടെ ആകൃതിയാണുള്ളത്. നെക്സ്റ്റ് സ്കെയിൽസ് ഉണ്ട്. സ്കെയിൽസ് എന്താണ്? ചെതുമ്പലുകൾ ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്, അതിന് തുഴയാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അല്ലേ. പിന്നെ ഗിൽസ് ഉണ്ട്, ചെകിളപ്പൂക്കളുണ്ട്, അത് മത്സ്യത്തിന് ശ്വസിക്കാൻ വേണ്ടി അതിനുള്ള ഫീച്ചറാണ്. ടെയിൽസ്, അതിൻ്റെ വാലുകൾ എന്തിനാണ്? വെള്ളത്തിലൂടെ നീന്താൻ വേണ്ടി. ഫിൻസ്, സ്വിം ബ്ലാഡർ ഉണ്ട്, വായു നിറച്ച അറകളുണ്ട് അതിൻ്റെ ബോഡീൻ്റെ അകത്ത്. എന്തിന്? ഇപ്പോൾ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കാൻ വേണ്ടി. പിന്നെ വഴുവഴുപ്പുള്ള ശരീരമാണ് അല്ലേ, സ്ലിപ്പറി ബോഡി. അപ്പോൾ ഫിഷിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സ് എഴുതാം? സ്ട്രീം ലൈൻഡ് ബോഡി, സ്കെയിൽസ്, ഗിൽസ്, സ്ലിപ്പറി ബോഡി, ഫിൻസ്, സ്വിം ബ്ലാഡർ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി,
Observe the situations in the following pictures. From each, list out the harmful effects of demolition of hills and reclamation of paddy fields. എന്താണ് ഡിമോളിഷൻ ഓഫ് ഹിൽസ്? കുന്നിടിക്കൽ അല്ലേ? കുന്നിടിച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ്? റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്, വയലുകൾ നികത്തിയാൽ മണ്ണിട്ട് നികത്തുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷം എന്തൊക്കെയാണ്? അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ, മണ്ണിടിച്ച് കുന്നുകളിങ്ങനെ ഹിൽസൊക്കെ ഇങ്ങനെ ഇടിച്ച് നിർത്തി കഴിഞ്ഞാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക? ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഇംബാലൻസ്, സോയിൽ എറോഷൻ, മണ്ണൊലിപ്പുണ്ടാകും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും, ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ കുറയുന്നു അല്ലേ? ചെടികളും പ്ലാന്റ്സൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സും നമുക്ക് ഇല്ലാതാവും അല്ലേ? നെക്സ്റ്റ് എന്താണ്? വാട്ടർ സ്കാർസിറ്റി, ജലനഷ്ടം ഉണ്ടാകുന്നു, വെള്ളത്തിന് ക്ഷാമം നേരിടുന്നു, ലോസ് ഓഫ് ഹാബിറ്റേറ്റ്, പിന്നെ അവിടെ താമസിക്കുന്ന ജീവികളുടെ ഹാബിറ്റേറ്റ്, വാസസ്ഥലം നഷ്ടപ്പെടുന്നു അല്ലേ? അപ്പോൾ വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഡിമോളിഷൻ ഓഫ് ഹിൽസ്? കുന്നിടിച്ചാലുണ്ടാകുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ ഇംബാലൻസ്, സോയിൽ എറോഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ലോസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. നെക്സ്റ്റ്, വയലുകൾ നികത്തിക്കഴിഞ്ഞാലുള്ള ദോഷം, അതായത് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്. എന്തൊക്കെയാണ്? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നു അല്ലേ? ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഡാമേജ് ഓഫ് ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥയ്ക്ക് നാശം സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാം, ഇംബാലൻസ് ഓഫ് ഇക്കോസിസ്റ്റം അല്ലെ? ആവാസ വ്യവസ്ഥയ്ക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നുണ്ട്, ഇംബാലൻസ് ഓഫ് ഇക്കോസിസ്റ്റം, പൊല്യൂഷൻ ആൻഡ് വാട്ടർ സ്കാസിറ്റി, ജലനഷ്ടം, വെള്ളത്തിന് ക്ഷാമം സംഭവിക്കുന്നു, പിന്നെ പൊല്യൂഷൻ എന്താണ്? മലിനീകരണം സംഭവിക്കുന്നു, ഹാബിറ്റാറ്റ് ലോസ്, ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു അല്ലേ? അതായത് വയലുകളിൽ ജീവിക്കുന്ന ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകുന്നു. അപ്പോൾ എന്തൊക്കെ എഴുതാം ഇവിടെ? വാട്ട് ആർ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്സ്? എന്തൊക്കെയാണ്? ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, ഫ്ലഡ്സ്, ഡാമേജ് ടു ഇക്കോസിസ്റ്റം, പൊല്യൂഷൻ ആൻഡ് വാട്ടർ സ്കാർസിറ്റി, ഹാബിറ്റാറ്റ് ലോസ്. ഓക്കെ, സെലക്ട് ഫ്രം ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്ലോഗൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം. താഴെ കൊടുത്തതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മുദ്രാവാക്യം എന്തിനാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള മുദ്രാവാക്യം താഴെ കൊടുത്തതിൽ ഏതാണ് സ്ലോഗൻ? ഏതായിരിക്കും? ഏതൊക്കെയുണ്ട്? സെലിബ്രേറ്റ് ദ ഡൈവേഴ്സിറ്റി, പ്രൊട്ടക്ട് ദ വൈൽഡ് ലൈഫ്, അതല്ല അല്ലേ? പ്രൊട്ടക്ട് ദ ഇക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്, ഇതായിരിക്കും അല്ലേ? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കൂ, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്, ജീവൻ നിലനിർത്തൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് എർത്ത് അവർ റെസ്പോൺസിബിലിറ്റി. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ സോയിൽ പൊല്യൂഷൻ. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. റീസൺ ഫോർ സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റിൽ ഇവിടെ എന്താ കൊടുത്തത്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ എന്ത് പറയാം? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം. പിന്നെ കൺസ്ട്രക്ഷൻസ്, ഒരുപാട് ഇങ്ങനെ കെട്ടിടങ്ങളും കാര്യങ്ങളെല്ലാം പണിയുന്ന സമയത്ത് സംഭവിക്കുന്നതല്ല. മൈനിങ്, ഖനനം, വേസ്റ്റ് ഡംപിങ്, മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുന്നത്, വലിച്ചെറിയുന്നത്. ഇനി ഓർഗാനിസംസ് അഫക്റ്റഡ് ബൈ സോയിൽ പൊല്യൂഷൻ എന്തൊക്കെയാണ്? എർത്ത് മണ്ണിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേഡ്സിന് മണ്ണ് മലിനീകരണമായി ബേഡ്സിന്, പക്ഷികൾക്ക് ബുദ്ധിമുട്ട് തരുന്നുണ്ട്. ഗേസിങ് ആനിമൽസ്, അതായത് മേയുന്ന ആനിമൽസ് ഉണ്ടല്ലോ, ബാക്ടീരിയ, അതായത് മണ്ണിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ട്, അതൊക്കെ നശിച്ചു പോകുന്നു. ഇൻസെക്ട്സ് എക്സെട്ര. നെക്സ്റ്റ്, കോൺസിക്വൻസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഓൺ എക്കോസിസ്റ്റം, അതായത് മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എക്സ്റ്റൻഷൻ ഓഫ് വാരിയസ് ഓർഗാനിസംസ്, വ്യത്യസ്തതരം ജീവികൾ എക്സ്റ്റിങ്ക്റ്റ്, നശിച്ചു പോകുന്നു അല്ലേ? ഇല്ലാതായി പോകുന്നു. പിന്നെന്താണ്? ജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടമാകുന്നുണ്ട് അല്ലേ? ലോസ് ഓഫ് ഹാബിറ്റാറ്റ്. നെക്സ്റ്റ്, ഇംബാലൻസ് ഓഫ് ഹാബിറ്റാറ്റ്, സോയിൽ ഡീജനറേഷൻ. നെക്സ്റ്റ്, എക്സാമിൻ ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് വാട്ട് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് ഏത് ടൈപ്പ് പൊല്യൂഷൻ ആണെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് വൺ എയർ പൊല്യൂഷൻ ആണ്. നെക്സ്റ്റ്, സെക്കൻഡ് വൺ വാട്ടർ പൊല്യൂഷൻ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 3, ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് താഴെ കൊടുത്ത ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്തിയാൽ വേണ്ടത്. അപ്പോൾ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ നോട്ട് എബോവ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. മുകളിൽ കൊടുത്ത പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തുക. വാട്ട് വാസ് ദ മെയിൻ എയിം ഓഫ് ഫോറിനേഴ്സ് റീച്ചിങ് ഇന്ത്യ? ഇന്ത്യയിലെത്തിയ ഫോറിനേഴ്സിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു?
for war to have trade with local rulers to buy spices and textiles to start industries. C ആണ് അല്ലേ, ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയായിരുന്നു അല്ലേ. അതിവിടെ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ. ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ ടു ബൈ സ്പൈസസ് ലൈക്ക് കാർഡമം ആൻഡ് പെപ്പർ ആൻഡ് ടെക്സ്റ്റൈൽസ് ലൈക്ക് സിൽക്ക് ആൻഡ് കോട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. നെക്സ്റ്റ് ബി എന്താണ്? ബി അവിടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് സി, വൈ വാസ് ഇറ്റ്സ് സോ ഈസി ടു ദ ബ്രിട്ടീഷ് ടു ബ്രിങ് ഇന്ത്യ അണ്ടർ ദെയർ കൺട്രോൾ. ഇന്ത്യയെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് സഹായകമായ എളുപ്പമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരം കലഹം ഉണ്ടായിരുന്നു അല്ലേ. ദേ ഫോട്ട് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇറ്റ് മെയ്ഡ് മാറ്റർ, ഇവിടെയുണ്ട് പാരഗ്രാഫിൽ, ഇറ്റ് മെയ്ഡ് മാറ്റേഴ്സ് ഈസിയർ ഫോർ ദ ബ്രിട്ടീഷ്. ഗ്രാജുവലി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് കിങ്സ് കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഫോറിനേഴ്സ് അല്ലേ. യൂസിങ് ഇംപ്രൂവ്ഡ് വെപ്പൺസ് ലൈക്ക് കാനൺസ്, ഗൺസ് ആൻഡ് വാർഫെയർ ടാക്ടിക്സ് ദേ സബ്ഡ്യൂഡ് ദ നാറ്റീവ്സ് ആൻഡ് ദ ലോക്കൽ റൂളേഴ്സ്. അതാണ് എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഹൗ ലോങ് വാസ് ഇന്ത്യ അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ്. എത്ര കാലമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കൺട്രോൾ ഉണ്ടായിരുന്നത്? അതിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. 200 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 2 centuries ആണ്. 2 നൂറ്റാണ്ട്. ഒരു സെഞ്ച്വറി 100 ഇയേഴ്സ് ആണ്. അപ്പോൾ 2 centuries. നെക്സ്റ്റ്, ഇൻഡിപെൻഡൻസ് ത്രൂ സ്ട്രഗിൾസ്. The Salt Satyagraha and the Quit India movement are the greatest struggles in the history of India's freedom struggle. Prepare notes on these 2 freedom struggles. ഇത് രണ്ടിന് ഏതൊക്കെയാണ്? സാൾട്ട് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ നോട്ട്സ് എഴുതുക. നിങ്ങൾ ബുക്സിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. വിച്ച് ഫ്രീഡം ഫൈറ്റർ ഈസ് നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. ആരെയാണ് അതിർത്തി ഖാൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ ഇവിടെ ബോക്സിൽ എടുത്ത് എഴുതേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പോഗ്രഫി ഓഫ് ഇന്ത്യ. മാപ്പ് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തുകയാണ് വേണ്ടത്. ഫസ്റ്റ് വൺ, ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ 2 states ദാറ്റ് ഷെയർ ബോർഡർ വിത്ത് 5 states. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, രാജസ്ഥാനാണ് വരുന്നത്. നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അതെല്ലാവർക്കും അറിയാം അല്ലേ, രാജസ്ഥാനാണ്. നെക്സ്റ്റ്, വിച്ച് സീ ഈസ് ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് ഓഫ് കേരള. ഏത് കടലാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത്? ഏതാണ്? അറബിക്കടൽ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് അനദർ സ്റ്റേറ്റ് അതർ ദാൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏത് കൂടാതെ? പശ്ചിമ ബംഗാളും ആന്ധ്രാപ്രദേശും കൂടാതെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷയും തമിഴ്നാടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ഷെയർസ് ബോർഡർ വിത്ത് കേരള. കേരളവുമായി ബോർഡർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടക, തമിഴ്നാട്. നെക്സ്റ്റ്, ആക്ടിവിറ്റി 5, ഫ്ലൈയിങ് ബേർഡ്സ്, പറക്കുന്ന സുഹൃത്തുക്കൾ. റീന ഗീവ്സ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ഹെർ ഒബ്സർവേഷൻ ഓഫ് വാരിയസ് സ്പീഷീസ് ഓഫ് ബേർഡ്സ് റെഗുലർലി സീൻ അറൗണ്ട് ഹെർ ഹൗസ്. റീന അവളുടെ വീടിൻ്റെ ചുറ്റുപാടും സാധാരണയായി കാണപ്പെടുന്ന പക്ഷികളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി. എക്സാമിൻ ഈച്ച് ആൻഡ് മാച്ച് ദ ഇൻഫർമേഷൻ ടു ദ അപ്രോപ്രിയേറ്റ് ബേർഡ്. നിങ്ങൾ ഈ റിപ്പോർട്ട് നോക്കിയിട്ട് മാച്ചായിട്ടുള്ള ബേർഡ്സിന് മാച്ച് ചെയ്യുക. ഫ്ലൈസ് ഹൈ, ഹാസ് പോയിൻറ്റഡ് ക്ലോസ് ആൻഡ് ഷാർപ്പ് ബീക്ക്. ചേസസ് ആൻഡ് കാച്ചസ് ദ പ്രേ. മുകളിലൂടെ പറക്കുന്നു, പോയിൻറ്റഡ് ക്ലോസ് ഉണ്ട്, നഖങ്ങൾ, ഷാർപ്പ് ബീക്ക് ഉണ്ട്. ചേസസ് ആൻഡ് കാച്ചസ് ദ പ്രേ, ബാക്കിലെ ഓടി ഇരയെ പിടിക്കുന്നു. ഏതാണ്? ഈഗിളാണ് അല്ലേ. ഉയരത്തിലെ പറന്ന് വന്ന് ഈഗിളാണ്, പരുന്ത്. നെക്സ്റ്റ്, ഹാസ് ബ്ലാക്ക് കളർ, ട്രാവൽസ് ഇൻ ഗ്രൂപ്പ്സ്, ക്ലീൻസ് ദ സറൗണ്ടിങ്സ്. കറുപ്പ് കളറാണ്, ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുന്നു, പറക്കുന്നു. ക്ലീൻസ് ദ സറൗണ്ടിങ് ചുറ്റുപാടും വൃത്തിയാക്കുന്നു. ഏതാണ്? കാക്ക അല്ലേ, ക്രോ. നെക്സ്റ്റ്, ഹാസ് സ്മോൾ ബോഡി, ചെറിയ ബോഡിയാണ്, ലോങ് ബീക്ക്, ഫ്ലൈസ് ഫാസ്റ്റ്, പെട്ടെന്ന് സ്പീഡിൽ പറക്കുന്നു. ഹൺസ് പ്രേ ഫ്രം പോൺസ് ആൻഡ് റിവേഴ്സ്, കുളങ്ങളിൽ നിന്നും പുഴകളിൽ നിന്നും ഇരകളെ പിടിക്കുന്നു. ഏതാണ്? കിങ്ഫിഷറാണ്, പൊന്മാൻ. ഈസ് ഓഫ് മീഡിയം സൈസ്, ഹാസ് ക്യാപ് ലൈക്ക് പാർട്ട് ഓഫ് ദ ഹെഡ്, സ്ട്രോങ് പോയിൻറ്റഡ് ക്ലോസ്. മീഡിയം സൈസാണ്, തൊപ്പി പോലെയുള്ള ഭാഗമുണ്ട് തലയിൽ, സ്ട്രോങ് പോയിൻറ്റഡ് ക്ലോസ് ആണ്, നഖങ്ങൾ പോയിൻറ്റഡ് ആണ്. ഏതാണ്? വുഡ് പെക്കർ, മരം കുത്തിയാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബേർഡ് ദാറ്റ് ഹൺസ് പ്രേ ഇൻ പ്ലേസസ് വെർ ദർ ഈസ് വാട്ടർ. വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് ഇരകളെ പിടിക്കുന്ന
ബേർഡ് ഏതാണ്? ക്രെയിൻ ആണ്, കൊക്കല്ലേ. നെക്സ്റ്റ് വൺ, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ബിലോ. താഴെ കൊടുത്തത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരഘടനയാണുള്ളത്. ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി സ്ട്രക്ചർ ഓഫ് ബേർഡ്സ് ആൻഡ് ഇറ്റ്സ് പ്രേയിങ് മെക്കാനിസം. സം ബേർഡ്സ് ഹാവ് ലോങ് പോയിൻറ്റഡ് ബീക്സ് ആൻഡ് ലോങ് ലെഗ്സ്. ബേർഡ്സ് ഫൗണ്ട് ഇൻ വാട്ടറി പ്ലേസസ് ഹാവ് ഓയിലി ഫെതേഴ്സ്. അപ്പം എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അതായത് എന്താണ്, നമ്മളോട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ എ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ. എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരഘടനയാണുള്ളത്. എല്ലാ പക്ഷികൾക്കും ഒരേ ശരീരഘടനയല്ല ഉള്ളത്. ഓൾ ബേർഡ്സ് ഹാവ് സെയിം ദ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മളോട് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുത്തെഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓൾ ബേർഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ബോഡി സ്ട്രക്ചർ ആണ് വേണ്ടത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.